നമ്മളിൽ നിന്ന് ഒരു ഭൂരിഭാഗം പേരും തൻ്റെ കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെ തന്നെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു പഞ്ചാബിലെ പട്യാലയിലെ മാൻവിയുടെ കുടുംബം. പക്ഷേ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല അന്ന് അവരുടെ കുട്ടിയുമായുള്ള അവസാന രാത്രിയായിരിക്കും എന്നുള്ള കാര്യം. ചെറിയ അശ്രദ്ധം മൂലമാണെങ്കിൽ പോലും അന്ന് ആ കുട്ടി മരണപ്പെട്ടു. 24 മാർച്ച് 2024 അന്ന് രാത്രി ഏകദേശം 7 മണിയായിട്ടുണ്ടാവും. മാൻവി തൻ്റെ കുടുംബമായി ഒരുമിച്ചിരുന്ന് അവർ സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത ചോക്ലേറ്റ് കേക്ക് വിളിച്ചു കഴിക്കുമായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഒരു വ്യക്തി ഇതെല്ലാം വീഡിയോ ആയി എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് മാൻവിയുടെ മുഖം നോക്കിയാൽ അറിയാൻ കഴിയുമായിരുന്നു കുട്ടി വളരെ സന്തോഷത്തിലായിരുന്നു. യാതൊരു വിധത്തിലുള്ള വയ്യായിക നേരിടുന്നില്ലായിരുന്നു. അതുവരെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരുടെയും ആരോഗ്യനില വളരെ മോശമായി. മാൻവിയും മാൻവിയുടെ അനിയത്തിയുടെയും കുറച്ചധികം. അതിനുശേഷം അവർ ഛർദ്ദിക്കുകയും തുടങ്ങി. വീട്ടുകാർക്ക് തോന്നി എന്തെങ്കിലും കാരണവശാൽ അവർ മേലാതായതായിരിക്കാം. കുറച്ച് കഴിഞ്ഞ് എല്ലാം ശരിയാവുമെന്ന്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മാൻവി കിടന്നുറങ്ങി. രാവിലെ 3 മണിക്ക് മാൻവി എഴുന്നേറ്റ് വെള്ളം ചോദിക്കുന്നു അമ്മയോട്. പിന്നീട് വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങുന്നു. രാവിലെ 4 മണിക്ക് മാൻവിയുടെ അമ്മ കുട്ടിയെ തൊട്ടു നോക്കുമ്പോൾ ദേഹം മുഴുവനായി തണുത്ത നിലയിലായിരുന്നു. അവരെല്ലാവരും തന്നെ പേടിച്ചിട്ട് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഡോക്ടർ കുറച്ചു നേരത്തിന് ശേഷം മാൻവി മരണപ്പെട്ടതായി കുടുംബാംഗങ്ങളോട് പറയുന്നു. എല്ലാവരും തന്നെ ഒരു ഷോക്കിലായിരുന്നു വിവരം അറിഞ്ഞപ്പോൾ. അന്ന് രാത്രി ആ കുട്ടി കഴിച്ച കേക്കാണ് മരണകാരണം. അതെ, ആ കേക്കിൽ വിഷാംശം ചേർന്ന പദാർത്ഥങ്ങളുണ്ടായിരുന്നു. വീട്ടിലെ ബാക്കി അംഗങ്ങൾക്കും അസ്വസ്ഥത തോന്നിയെങ്കിലും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് മാൻവി കൂടുതൽ കഴിച്ചതുകൊണ്ടാണ് മരണത്തിലേക്ക് എത്തിച്ചേർന്നത്. മാൻവിയുടെ അനിയത്തി കഴിച്ചതിൽ ഭൂരിഭാഗവും ഛർദ്ദിച്ച് കളയുകയും ചെയ്തു. അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അവർ എല്ലാവരും ആദ്യം തന്നെ അസൗകര്യം തോന്നിയ നിലയിൽ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇതായിരുന്നു ആ കുട്ടിയുടെ വിധി. വീട്ടുകാർക്ക് എന്നും അതൊരു വേദനയായി നിൽക്കുന്നു. വീട്ടുകാർ ഇതിനെ തുടർന്ന് ബേക്കറിക്കെതിരെ കേസും കൊടുത്തു. അന്വേഷിച്ച് ചെന്നപ്പോൾ അതൊരു വ്യാജ ബേക്കറിയായിരുന്നു. ബെല്ലിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് പ്രകാരം അങ്ങനെ ഒരു ബേക്കറിയേ ഇല്ലായിരുന്നു. ബെല്ലിൽ കാനഹ ബേക്കറി എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബേക്കറി അവിടെ കാണാൻ സാധിച്ചില്ല. മാൻവിയുടെ വീട്ടുകാർക്ക് ഇതിങ്ങനെ വിടണമെന്നില്ലായിരുന്നു. തൻ്റെ കുട്ടിയെ മരണത്തിലേക്ക് ഇടയാക്കിയ ബേക്കറിക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് അവർക്കുണ്ടായിരുന്നു. കാരണം മാൻവിക്കുണ്ടായ ആ അനുഭവം വേറൊരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. മാൻവിയുടെ വീട്ടുകാർ വളരെ ബുദ്ധിപരമായി ഒരു കാര്യം ചെയ്തു. 30-ാം തീയതി വീണ്ടും അതേ ബേക്കറിയിൽ നിന്ന് അതേ കേക്ക് ഓർഡർ ചെയ്തു. അവിടുത്തെ ഡെലിവറി ബോയ് കേക്കുമായി വരികയും ചെയ്തു. ഡെലിവറി ബോയെ ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കേക്ക് ന്യൂ ഇന്ത്യ ബേക്കറിയിൽ നിന്നാണ് വരുന്നത്. ന്യൂ ഇന്ത്യ ബേക്കറിയിലെ 3 പേരെ അറസ്റ്റ് ചെയ്ത് കേസെടുക്കുകയും ചെയ്തു. ഈ ഒരു ഇൻസിഡൻറ്റ് വഴി എനിക്ക് എല്ലാ സുഹൃത്തുക്കളോടും ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മളും കേക്കിലെ മറ്റ് കഴിക്കാനുള്ള സാധനങ്ങൾ ഓൺലൈൻ വഴി വരുത്തിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായി നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. ഈ ചാനലിൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ നിലപാടുകൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചും സപ്പോർട്ട് ചെയ്യുക. താങ്ക്